ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു 5 ദിവസത്തെ ലീവുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി പിന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. ഇനി ഞാൻ തുണിയൊക്കെ എടുത്ത് വെച്ചു. ഇനി കുറച്ച് സാധനം കൂടി എടുത്ത് വെക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഞാൻ വീട്ടിൽ പോകുന്നുണ്ടാവില്ലായിരിക്കുമെന്ന്, കാരണം എനിക്ക് ലീവ് കിട്ടിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു എനിക്ക് ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബസ് ബുക്ക് ചെയ്തു. 2000 എത്രയോ രൂപയായി. എൻ്റെ ഹൃദയം അങ്ങോട്ട് പൊളിഞ്ഞു പോയി. പിന്നെ നാട്ടിൽ പോകാമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പിന്നെ അങ്ങ് ബുക്ക് ചെയ്തു. പിന്നെ ഇങ്ങോട്ടേക്കുള്ളത് ബുക്ക് ചെയ്തു. ഇങ്ങോട്ടേക്കുള്ളതിന് 1400 എത്രയോ ആയിരുന്നു. ഓക്കേ, അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാം ഗൈസ്. ഞാനിന്ന് എന്നാ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇനി കുറച്ച് സാധനമൊക്കെ എടുത്ത് വെക്കാനുണ്ട്. 10 മണിക്കാണ് ബസ്, 9:55 ബസ്. പക്ഷേ ഇവിടുന്ന് ഒരു 9:30 ആകുമ്പത്തേന് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലാണ് ഫ്രണ്ട് ഗേറ്റിൽ നിന്നാണ് ബസ്. അപ്പോൾ 9:30 ആകുമ്പോൾ ഇറങ്ങിയാലാണ് ഒരു 9:45 9:55 ആകുമ്പത്തേനും തിരക്കൊന്നും ഇല്ലെങ്കിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ലേറ്റ് ആവും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചു. ഇനി എനിക്ക് എൻ്റെ മോയ്സ്ചറൈസറും പിന്നെ മോയ്സ്ചറൈസറല്ല, എന്തുവാ ക്ലെൻസറും ഷാമ്പൂ ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ ബുക്ക് എടുക്കണം, വന്നു കഴിഞ്ഞ് എക്സാമാണ്. അപ്പോൾ ആ നാട്ടിൽ പോയിരുന്ന് പഠിക്കാം നമുക്ക്. ഓക്കെ റെഡി ആവട്ടെ കൈ. പിന്നെ ഉണ്ടല്ലോ, ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവൾ നാട്ടിൽ പോയപ്പം എന്നോട് ചോദിച്ചു, നീ നാട്ടിൽ പോകുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ പോകുന്നില്ല എന്ന്. അപ്പോൾ പറഞ്ഞു ഇത് റൂമിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക, ഇത് എന്നാ ഇതായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം ഒഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു. പക്ഷേ ഇപ്പം ഞാൻ നാട്ടിൽ പോവാണല്ലോ, അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതെങ്കിലും വാർഡൻസിന് കൊടുത്തിട്ട് പോവാമെന്ന്. അല്ലെങ്കിൽ അവൾ വന്ന് ഇനിയിപ്പോൾ ഞാൻ അതിന് കേൾക്കേണ്ടി വരുമല്ലോ. അയ്യോ, വെള്ളം ഊറ്റുന്നുണ്ട്. ഇനി നാട്ടിൽ പോയിട്ട് എന്നൊക്കെയാണ് പണിയെന്നറിയോ? ഫസ്റ്റ് ദിവസം ഒന്നുമില്ല, 25-ാം തീയതി നാളെ രാവിലെ ഞാൻ എത്തുക. അപ്പോൾ ചുമ്മാ ഇരിക്കാം, എന്നിട്ട് ഞം ഫുഡ് കഴിക്കാം. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കഴിക്കാം. പിന്നെ 26-ാം തീയതി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇതുവരെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. 27-ാം തീയതി ഞാൻ ടൗണിൽ പോകണമെന്ന് വിചാരിക്കുന്നു. 28-ാം തീയതി എനിക്ക് റീയൂണിയൻ ഉണ്ട്, 10ാം ക്ലാസ്സിലെ റീയൂണിയൻ. അതിനാണ് ഞാൻ ശരിക്കും ഞാൻ അങ്ങനെ എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ലീവ് കിട്ടി. അപ്പം നമുക്ക് റീയൂണിയന് പോവാം. പിന്നെ 28, 29-ും 30-ും എനിക്ക് വലിയ പണിയൊന്നുമില്ല. ചിലപ്പം പുറത്തൊക്കെ ഇങ്ങനെ ചുമ്മാ പോവായിരിക്കും. പിന്നെ 30-ാം തീയതി ഞാൻ തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വരാം. സങ്കടമൊന്നുമില്ല ഗൈസ്, തിരിച്ചു വരും എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ മുഖം തന്നെ കണ്ടറിയാലോ, സങ്കടമൊന്നുമില്ല. സോ ഞാനിപ്പോൾ ഈ പ്ലാന്റിൻ്റെ പോട്ട് ഞാൻ എൻ്റെ ഒരു വാർഡനുണ്ട് ഇവിടുത്തെ, പുള്ളിക്കാരിക്ക് കൊടുക്കാം. അപ്പം പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചപ്പം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ വെള്ളം ഒഴിച്ചോളാം. ഇതിങ്ങനെ ഉറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് പിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കാം. സോ ഈ പ്ലാന്റിന് കുറച്ച് ദിവസം അവിടെ ഇരിക്കും. സോ പുറത്ത് പിള്ളേരിരുന്ന് പഠിക്കുന്നുണ്ട്. പിള്ളേരല്ല, ഒരു കൊച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് തന്നപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഇതിന് എന്തൊക്കെയോ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം എനിക്ക് ഈ ചെടി നോക്കാൻ അത്ര അറിഞ്ഞൂടെ. എന്തായാലും നമുക്കിത് കൊണ്ട് കൊടുക്കാം. അത് കൊടുത്തു. ഇനി ഇപ്പം ഞാൻ ഏകദേശം എല്ലാം എടുത്ത് വെച്ചു. ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ മോൾ ഭാഗമൊക്കെ കാണിച്ചു തരാമെന്ന്. മുകളിലൊരു സ്വിമ്മിങ് പൂളുണ്ട്, പിന്നെ ഒരു ജിമ്മുണ്ട്, പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡാണ്. പിന്നെ ഒരു ഹോം തിയേറ്ററും ഉണ്ട്, അതും ക്ലോസ്ഡാണ് ഇപ്പോൾ. അപ്പം ഞാൻ സ്വിമ്മിങ് പൂൾ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഞാൻ പോയപ്പം സ്വിമ്മിങ് പൂളിന് നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്ക് നീന്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കമ്പനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട്
ഞാൻ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്വിമ്മിങ് പൂളൊക്കെ കാണിച്ചു തരാം. അവിടെ നല്ല വൈബാട്ടോ. അവിടെ പോയിരുന്നാൽ എന്നാ SG പാളയ ഇങ്ങനെ കാണാം. അപ്പോൾ ഫുൾ ലൈറ്റാണ് SG പാളയയിൽ. ഇവിടെ ഈ അറ്റം തൊട്ട് അറ്റം വരെ ഫുൾ ലൈറ്റാണ്. ക്രിസ്മസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ക്രിസ്മസ് പിന്നെ അതുപോലെ ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ ഉള്ള ടൈം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞാൽ ഫുൾ ലൈറ്റാണ്. അപ്പം പൂൾ ഏരിയ കാണാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പൂൾ. ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നോക്കിയുള്ള വ്യൂ. നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ. ക്യാമറയിൽ അത്ര കാണുന്നില്ല, പക്ഷേ അത്ര കാണുന്നില്ല എന്നല്ല, ക്യാമറയിൽ കാണുന്നതിനേക്കാൾ രസമാണ് നേരിട്ട് കാണാൻ. ഇങ്ങനെ അവിടെ അങ്ങറ്റം വരെ, ഇവിടം വരെ അല്ല അങ്ങറ്റം വരെ ഇങ്ങനെയാണ് ഫുൾ ലൈറ്റ്. അതിൻ്റെ സൈഡിൽ കൂടെ മാല ബൾബ് ഇട്ടുണ്ട്. ഓക്കെ, ഫുൾ ഇവിടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ബിൽഡിങ്ങിനും ഇങ്ങനെ ലൈറ്റ് ഇടും. പിന്നെ ഇതാണ് നമ്മുടെ പള്ളി. കുരിശ് കാണുന്നത് കണ്ടോ, അതാണ് പള്ളി. ഇത് RC പള്ളിയാണ്, പക്ഷെ ഞാനിവിടെയാണ് പോവാറ്. ഇത് ക്രൈസ്റ്റ് സ്കൂളാണേ. ഇത് ക്രൈസ്റ്റ് സ്കൂള്. ഇവിടെ 3 ഉണ്ട്. ഞാൻ പൂള് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പൂള്. ഇന്നലെ എനിക്ക് കാലത്ത് ഇരിക്കാനൊരു മൂഡുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കൊരു മൂഡ് വരുന്നില്ല. കാല് നനയ്ക്കാൻ നല്ല തണുപ്പുണ്ട്, അപ്പം എനിക്ക് കാല് നനയ്ക്കാനൊരു മടി. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്നിട്ട് പോവാം. പള്ളിയിൽ നിന്ന് പാട്ട് കേൾക്കുന്നു. പക്ഷെ ഇപ്പം എന്താ പാട്ട്? എന്നോട് പറഞ്ഞ 10 മണിക്കാണ് കുർബാന. എത്തിച്ചോ നമ്മൾ? എന്നാണേലും സാരമില്ല. ഇപ്പം നമുക്ക് താഴെ പോവാം. എനിക്ക് മൂഡ് പോയി. പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കേട്ടപ്പോൾ എൻ്റെ മൂഡ് പോയി. എടാ കുർബാന ഉണ്ടായിരുന്നടാ. ഞാൻ 6 മണിക്ക് പോയിട്ടോ. എന്നോട് ഞാൻ അപ്പുറത്തെ കടയിൽ പോയപ്പം ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ആ ചേട്ടനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ പോയി എപ്പോഴാണ് ഇന്ന് കുർബാന എന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇപ്പം എന്തോ നടക്കുന്നുണ്ട്. അന്നേരം 5:45 ചേട്ടൻ പറഞ്ഞാൽ 6 മണിക്കൊക്കെ ആയിരിക്കും എന്ന്. എന്നിട്ട് ഞാൻ 6 മണിയായത്തേനും പോയി. അന്നേരം പള്ളിയിൽ ഇത് RC പള്ളിയാണ്. അപ്പം അവിടെ പുതിയ അൾത്താരയൊക്കെ ഉണ്ടാക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് പുതിയ ചെയേഴ്സ് അല്ല, എന്തോ അതിന് പറയുന്നത്, ഈ ഡെസ്കും പിന്നെ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു ഇതൊക്കെ ഇല്ലേ, അതൊക്കെ പുതിയത് വെച്ചു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരൊന്ന് ക്ലീനിങ് നടക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു 10 മണിക്ക് അതിന് ഇപ്പോഴൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നിപ്പോൾ എന്താ അവരിവിടെ പാടുന്നത് അറിഞ്ഞൂടെ ഗൈസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, സാരമില്ല. ഓക്കെ, നമുക്കെന്നാൽ ഇനി താഴെ പോവാം. ഇത് ക്ലോസ്ഡാണ്. ജിമ്മ് ഞാൻ കാണിച്ചു തരാൻ വെച്ചു, പക്ഷെ ക്ലോസ്ഡാണ്. നമുക്ക് താഴെ പോവാം. സെറനിറ്റിയിൽ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. നമുക്ക് എല്ലാ കൊല്ലവും ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷനുണ്ട്. ട്രീ ഒക്കെ വെച്ചു, എന്താ പുറത്ത് ഫുൾ സ്റ്റാറൊക്കെ തൂക്കി. മായ, സേ ഹായ്. യെസ്, ദാറ്റ് ഈസ് മായ. അപ്പോൾ നമ്മളിപ്പം
കുളിച്ചു, തലയൊന്നും കുളിച്ചില്ല, മേലൊക്കെ കുളിച്ചു. ഇതാണ് ഞാനിന്ന് ഇടുന്ന ഡ്രസ്സ്. ഓക്കെ, ഇതാണ് ഞാനിന്ന് ഇടുന്ന ഡ്രസ്സ്. ഓക്കെ, ഇതാണ് ഞാനിന്ന് ഇടുന്ന ഡ്രസ്സ്. ഓക്കെ, ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. സമയം പോയി. ഇനി എങ്ങനെ അങ്ങോട്ട് പോകുമെന്നാണ് എനിക്ക് അറിയില്ലാത്തത്. ചിലപ്പോൾ ഓട്ടോ വിളിക്കായിരിക്കും. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാൻ മറക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്ന സാധനം എൻ്റെ ചാർജറാണ്. ബാക്കിയെല്ലാം ഞാൻ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. സോ ഗൈസ്, നമ്മൾ റെഡിയായി. അല്ല, ഞാൻ റെഡിയായി. ഇനി പോകണം. ഇപ്പോൾ 9 മണിയായിട്ടേ 9:45 അല്ല 9:55 ബസ്. അപ്പോൾ ഞാനിപ്പം ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോവും. അത് കഴിഞ്ഞ് നമുക്ക് ഓട്ടോ ബുക്ക് ചെയ്ത് ഞാൻ ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ 9:20 ആയി. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഓട്ടോ ഇനി ബുക്ക് ചെയ്യണം. ഓട്ടോ ബുക്ക് ചെയ്ത് ഓട്ടോ വരും. അപ്പോൾ പോവാം. 9:55 ബസ് പറഞ്ഞേക്കുന്നത്. അപ്പം ഓട്ടോ പിന്നെ പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ ഊബറിൽ നോക്കിയപ്പോൾ 4 minutes അവയെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാം. എനിക്കുണ്ടല്ലോ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ എനിക്ക് പേടിയില്ല, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഓട്ടോയിൽ പോകാൻ പേടിയാണ്. ഗൈസ്, ഞാൻ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ ഇപ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഗൈസ്. ഓട്ടോയിൽ ഈ സാധനമൊക്കെ കയറ്റി അവിടെ എത്തുന്ന വരെ എനിക്കൊരു ടെൻഷൻ. പിന്നെ അവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ കുറേ നേരം അവിടെ നിൽക്കണം. അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് ബുക്ക് ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് ലേറ്റ് ആക്കുന്നതും ടെൻഷൻ. അപ്പം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം. അതന്നെ. വീട്ടിലെത്തി ഗൈസ്. ഞാൻ വന്നിട്ട് കിടന്ന് ഉറങ്ങി. അപ്പവും കോഴിക്കറിയും ഉണ്ടായിരുന്നു, അത് കഴിച്ചു. എന്നിട്ടിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി ഉച്ചയായിപ്പോൾ. ഉച്ചയ്ക്ക് ഇനി ഫുഡ് കഴിക്കണം. ചോറും ബീഫും ചിക്കനും ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി അതൊക്കെ പോയി കഴിക്കാം. ഇതാണ് എൻ്റെ വീട്. ഓക്കെ, റോഡ് സൈഡിലാണ് എൻ്റെ വീട്. വലിയ സെറ്റപ്പൊന്നും ഇല്ല, ചെറിയൊരു സെറ്റപ്പാണ് ഗൈസ്. ഓക്കെ, ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ, ടേക്ക് കെയർ ഗൈസ്. ഹാപ്പി ക്രിസ്മസ്.
ഹാപ്പി ക്രിസ്മസ് ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ഇനി ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇയർ ആയിരിക്കും വീഡിയോ ഇടാൻ. ഓക്കെ ഗൈസ്, ബൈ 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 ബൈ.